ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. T20 വേൾഡ് കപ്പിലെ മികച്ച തുടക്കമാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. എല്ലാ മത്സരങ്ങളും വിജയിച്ച് സൂപ്പർ 8-ലെത്തി നിൽക്കുകയാണ് ഇന്ത്യ. ഇന്ത്യൻ കോച്ച് രാഹുൽ ദ്രാവിഡ് ഈ വേൾഡ് കപ്പ് കഴിയുമ്പോൾ തന്നെ തൻ്റെ കോൺട്രാക്ട് തീരുകയാണ്. ഇന്ത്യയുടെ അടുത്ത കോച്ച് ആരെന്ന ചോദ്യത്തിന് ഉത്തരം ഗൗതം ഗംഭീർ എന്നാണ്. താരമാണ് മുൻപന്തിയിൽ. ഒറ്റ സീസൺ കൊണ്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കപ്പടിപ്പിച്ച താരം തന്റെ കഴിവ് കൊണ്ട് താരങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് പുതിയൊരു KKRനെയാണ് കാണാൻ സാധിച്ചത്. ഗൗതം ഗംഭീർ ഇന്ത്യൻ കോച്ചായാൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമെന്നത് ഉറപ്പാണ്. താരം ഇപ്പോൾ തന്നെ തന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. യോയോ ടെസ്റ്റ് മുതലായ ഫിറ്റ്നസ് ടെസ്റ്റുകൾ എടുത്തു കളയുമെന്ന് താരം നിലപാട് അറിയിച്ചിട്ടുണ്ട്. ടാലന്റ് നോക്കിയാണ് താരങ്ങളെ തെരഞ്ഞെടുക്കുന്നതെന്നും താരം ഇന്റർവ്യൂവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. BCCയുമായി അടുത്ത ബന്ധമുള്ള സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഗൗതം ഗംഭീർ തന്നെയാണ് ഇന്ത്യയുടെ അടുത്ത കോച്ച്. ഗൗതം ഗംഭീറിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ BCC അംഗീകരിച്ചു എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഗംഭീറിന്റെ ഈ കോൺട്രാക്ട് 2027 വേൾഡ് കപ്പ് വരെ ആയിരിക്കും. ഗൗതം ഗംഭീർ BCCയോട് ആവശ്യപ്പെട്ട് തന്റെ കോച്ചിങ് സ്റ്റാഫിനെ പരിഗണിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ രാഹുൽ ദ്രാവിഡ് തന്റെ കോൺട്രാക്ട് കഴിയുന്നതോടെ ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ചും ബൗളിംഗ് കോച്ചും ഫീൽഡിംഗ് കോച്ചും കളമൊഴിയുന്നതായിരിക്കും. ഇപ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ച് വിക്രം റാത്തോറും ബൗളിംഗ് കോച്ച് പരസ് മാംബ്രയും ഫീൽഡിംഗ് കോച്ച് T ദിലീപും എന്നിവരുമാണ്. അവരുടെ കോൺട്രാക്റ്റും അവസാനിക്കുന്നതായിരിക്കും. വിക്രം റാത്തോർ ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ചായത് രവിശാസ്ത്രി ഉള്ളപ്പോഴാണ്. ഗംഭീറിന്റെ കോച്ചിങ് സ്റ്റാഫിനെ BCC പരിഗണിക്കും. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഓണറായ ഷാറുഖ് ഖാൻ ഗൗതം ഗംഭീറിനെ സമ്മാനിച്ചത് ഒരു ബ്ലാങ്ക് ചെക്കാണ്. തനിക്ക് എത്ര വേണമെങ്കിലും എഴുതിയെടുക്കാം, 10 വർഷം ടീമിനൊപ്പം നിൽക്കണമെന്നാണ് ഷാറുഖ് ഖാൻ പറഞ്ഞത്. അത് വിട്ടിട്ടാണ് ഇന്ത്യൻ ടീമിനെ പരിശീലിപ്പിക്കാൻ ഗൗതം ഗംഭീർ തയ്യാറാവുന്നത്. ഇന്ത്യൻ ടീമാണ് വലുതെന്നാണ് ഗംഭീർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഗംഭീറിന്റെ കോച്ചിങ് സ്റ്റാഫിനെ BCCക്ക് അവസരം നൽകിയേ മതിയാവും. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.